നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും പിടിക്കാൻ മണ്ഡലത്തിലുടനീളം ഓടി നടക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. വടകര ടൗണിനും പരിസര പ്രദേശങ്ങളിലുമായി പര്യടനം നടത്തിയ അദ്ദേഹം കുടുംബ യോഗങ്ങളിലും പങ്കെടുത്തു. അഞ്ചു വർഷം രാജ്യം ഭരിച്ച BJPയുടെ ഭരണത്തെ പുറത്താക്കാനുള്ള ദൃഢപ്രതിജ്ഞയിലാണ് ജനങ്ങൾ ഉള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. പക്ഷേ ആ BJPയെ പുറത്താക്കിക്കൊണ്ടൊരു മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ ആരെ വിശ്വസിക്കണം എന്നുള്ള ചോദ്യത്തിന് ജനങ്ങൾ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്ത പ്രസ്താവനയാണ്. ഉള്ള കോൺഗ്രസ് എല്ലാം BJP ആവുകയാണ്. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് വിശ്വസനീയമായിട്ടുള്ള ശക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള എനിക്ക് നാനാവിഭാഗം ജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വർഗീയ തീവ്രവാദ ശക്തികളെല്ലാം ഇടതുപക്ഷത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണെന്നും അതിനെതിരെ പോരാടാൻ ഒരുമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് രാജ്യത്തുടനീളം അക്രമങ്ങൾ, കൊലകൾ, കലാപങ്ങൾ നടത്തുന്ന ഒരു ശക്തിയാണ് RSS BJP. ആ ശക്തിയാണ് മുമ്പ് എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അതിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അവർക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തി എന്ന ഒറ്റ കാരണത്താൽ. എന്നെ മാത്രമല്ല, രാജ്യത്ത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ബുദ്ധിജീവികളെ വെടിവെച്ച് കൊന്ന് നിശബ്ദമാക്കിയ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് RSSൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ RSS നടത്തിയിട്ടുള്ള ആ വെട്ടിക്കൊല്ലാൻ നടത്തിയിട്ടുള്ള ശ്രമവും പിന്നീട് നടന്ന വേട്ടയാടലും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് വികാരമായി ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ നിഗൂഢ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കോൺഗ്രസ്സാണിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുമുന്നണി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കാകും പ്രാധാന്യം നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന പ്രതികരണം സ്ത്രീകളാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം സ്ത്രീ സമൂഹത്തിൻ്റെ പങ്കാളിത്തം LDFൻ്റെ പ്രവർത്തനത്തിലുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾ ഒരു യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നാളത്തെ തലമുറയായിട്ടുള്ള ചെറിയ കുട്ടികൾ, ആ കൂട്ടുകാരും കൂട്ടുകാരികളും ഒക്കെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ മണ്ഡലത്തിൽ വളരെ സജീവമാണ്. UDFൽ നിന്ന് വടകര തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശക്തനായ ജയരാജനെ തന്നെ CPM രംഗത്തിറക്കിയത്. സ്ത്രീകളടക്കം വൻ ജനപങ്കാളിത്തമാണ് കുടുംബ യോഗങ്ങളിലടക്കം ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, വടകര.